ഹലോ എവ്രി വൺ. ഇന്ന് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കൊച്ചിലെ എൻ്റെ മമ്മി പറയുമായിരുന്നു, അത് ഇപ്പോഴും ഞാൻ അതിനെ വിശ്വസിക്കുന്നു. ഇത് അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ എന്ന് ചോദിക്കുമ്പം അതെനിക്ക് അറിയത്തില്ല പറയാൻ. ബട്ട് സ്റ്റിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. അതായത് ഇന്ന് ഏപ്രിൽ 2 സോ നാളെയാണ് ഗുഡ് ഫ്രൈഡേ. സോ ഈ ഗുഡ് ഫ്രൈഡേയിൽ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് കാണാം യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞ് ആ സമയം കഴിഞ്ഞിട്ട് ക്ലൈമറ്റിന് ഒരു വ്യത്യാസം കാണാം. ചിലപ്പം ക്ലൗഡി ആയിരിക്കാം, അല്ലെങ്കിൽ വിൻഡി ആയിരിക്കാം, അല്ലെങ്കിൽ മഴയായിരിക്കാം. സോ ഇറ്റ് വിൽ ബി നോട്ട് ദ സെയിം ആസ് റെഗുലർ ഡേ. എന്തെങ്കിലും ഒരു വ്യത്യാസം കാണും ക്ലൈമറ്റിൽ. ഇനി ഇപ്പം നാളെ നിങ്ങൾ കാണുമ്പം അത് അറിയാൻ പറ്റും. സോ ആരൊക്കെ ഇതൊക്കെ ഫീൽ ആവുന്നുണ്ട് അത് പ്ലീസ് ലെറ്റ് മീ നോ. കമൻറ്റ് യുവർ സജഷൻസ്, ലെറ്റ് മീ നോ. ഇത് വിശ്വാസം എല്ലാവർക്കും വേറെ വേറെ ആയിരിക്കും. ബട്ട് എൻ്റെ വിശ്വാസം ഞാൻ പറയും, എൻ്റെ അമ്മ കൊച്ചിൽ എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഐ എം ഷെയറിങ് വിത്ത് യു. സോ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഹലോ എവ്രി വൺ. ഇന്ന് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കൊച്ചിലെ എൻ്റെ മമ്മി പറയുമായിരുന്നു, അത് ഇപ്പോഴും ഞാൻ അതിനെ വിശ്വസിക്കുന്നു. ഇത് അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ എന്ന് ചോദിക്കുമ്പം അതെനിക്ക് അറിയത്തില്ല പറയാൻ. ബട്ട് സ്റ്റിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. അതായത് ഇന്ന് ഏപ്രിൽ 2 സോ നാളെയാണ് ഗുഡ് ഫ്രൈഡേ. സോ ഈ ഗുഡ് ഫ്രൈഡേയിൽ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് കാണാം യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞ് ആ സമയം കഴിഞ്ഞിട്ട് ക്ലൈമറ്റിന് ഒരു വ്യത്യാസം കാണാം. ചിലപ്പം ക്ലൗഡി ആയിരിക്കാം, അല്ലെങ്കിൽ വിൻഡി ആയിരിക്കാം, അല്ലെങ്കിൽ മഴയായിരിക്കാം. സോ ഇറ്റ് വിൽ ബി നോട്ട് ദ സെയിം ആസ് റെഗുലർ ഡേ. എന്തെങ്കിലും ഒരു വ്യത്യാസം കാണും ക്ലൈമറ്റിൽ. ഇനി ഇപ്പം നാളെ നിങ്ങൾ കാണുമ്പം അത് അറിയാൻ പറ്റും. സോ ആരൊക്കെ ഇതൊക്കെ ഫീൽ ആവുന്നുണ്ട് അത് പ്ലീസ് ലെറ്റ് മീ നോ. കമൻറ്റ് യുവർ സജഷൻസ്, ലെറ്റ് മീ നോ. ഇത് വിശ്വാസം എല്ലാവർക്കും വേറെ വേറെ ആയിരിക്കും. ബട്ട് എൻ്റെ വിശ്വാസം ഞാൻ പറയും, എൻ്റെ അമ്മ കൊച്ചിൽ എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഐ എം ഷെയറിങ് വിത്ത് യു. സോ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്.